വീണ്ടും വാർത്തകളിലേക്ക്. റിപ്പോർട്ട് ബ്രേക്കിംഗ്. കെപിസിസി അടിമുടി പുനഃസംഘടിപ്പിക്കാൻ ഹൈക്കമാൻഡ് നീക്കം. സംസ്ഥാനത്തെ പ്രധാന നേതാക്കളുമായി ചർച്ച നടത്തും. കെപിസിസി അധ്യക്ഷൻ കെ സുധാകരനെ മാറ്റുമോ എന്നതിൽ വ്യക്തതയില്ല. കെ സുധാകരൻ മാറിയാൽ കൊടിക്കുന്നിൽ സുരേഷിനാണ് ആദ്യ പരിഗണന. ബെന്നി ബെഹനാൻ, ആന്റണി, ഡീൻ കുര്യാക്കോസ്, അടൂർ പ്രകാശ് എന്നിവരും പരിഗണനയിലുണ്ട്. വിവരങ്ങളുമായി ആർ റോഷിപാൽ ചേരുന്നു. റോഷിപാൽ, ഒരു അടിമുടി മാറ്റത്തിനൊരുങ്ങുമ്പോൾ അതിൽ കെ സുധാകരൻ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുമോ എന്നത് തന്നെയാണ് അറിയേണ്ടത്. അക്കാര്യത്തിലൊരു വ്യക്തത വന്നിട്ടില്ലല്ലേ? സംശയമില്ല, ഇപ്പോഴും KPCC പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് അവ്യക്തതയുണ്ട്. ഹൈക്കമാൻഡ് ഒരു അടിമുടി പുനഃസംഘടന ആലോചിക്കുമ്പോൾ ഇപ്പോഴും KPCC അധ്യക്ഷ പദത്തിൽ നിന്നും കെ സുധാകരൻ മാറുമോ എന്ന കാര്യത്തിൽ അവ്യക്തത തുടരുന്നു. കൂടുതൽ നേതാക്കളുമായി, സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാക്കൾ, മുൻ KPCC അധ്യക്ഷന്മാർ, നിലവിലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കമുള്ള എല്ലാവരുമായും ഹൈക്കമാൻഡ് പ്രതിനിധികൾ ചർച്ച നടത്തും. അതിനുശേഷം മാത്രമാകും പുനഃസംഘടനയിലേക്ക് പോവുക. നിലവിൽ പുനഃസംഘടന വരുന്നു എന്ന വിവരം വരുമ്പോഴേക്കും ഈ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് പല ആളുകളുടെ പേരുകളും പാർട്ടി തലത്തിൽ ചർച്ച നടക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്രസിൻ്റെ ACC പ്രവർത്തക സമിതി പ്രത്യേക നേതാവായ കൊടിക്കുന്നിൽ സുരേഷ് MP, KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റ് കൂടിയാണ്. കൊടിക്കുന്നിലിൻ്റെ പേരാണ് പ്രഥമ പരിഗണന. അതിനൊപ്പം തന്നെ ഇപ്പോൾ ബെന്നി ബെഹനാൻ, അതിന് പുറമെ ആന്റണി, ഡീൻ കുര്യാക്കോസ് അടക്കമുള്ള നേതാക്കൾ, അടൂർ പ്രകാശ് അടക്കമുള്ള നേതാക്കളുടെ പേരുകളും ഉയർന്നു കേൾക്കുന്നുണ്ട്. ഏതായാലും കൊടിക്കുന്നിലിന് പ്രഥമ പരിഗണന നൽകുമ്പോൾ പോലും കെ സുധാകരൻ പദവി ഒഴിഞ്ഞാൽ മാത്രമേ ആ തരത്തിൽ ഒരു പുനഃസംഘടന നടക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഭാരവാഹികളെ മാത്രം മാറ്റി ഒരു മുഖം മെരുക്കലിൽ പുനഃസംഘടന ഒതുക്കാനുള്ള ആലോചനയുമുണ്ട്. ഏതായാലും ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസം കൊണ്ട് പുനഃസംഘടന പൂർത്തിയാക്കണം. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. അതിൻ്റെ മുന്നൊരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. സജീവമായി മുന്നോട്ട് പോകണമെങ്കിൽ ഇപ്പോൾ പുനഃസംഘടന തുടങ്ങണം. ജനുവരിയോടെ പുനഃസംഘടന പൂർത്തിയാക്കണം. പ്രത്യേകിച്ച് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളിൽ ചിലത് കൃത്യമായി പ്രവർത്തന രംഗത്ത് സജീവമല്ല. പല ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷന്മാരുടെയും പ്രവർത്തനം അത്ര നല്ല രീതിയിലല്ല പോകുന്നത് എന്ന വിലയിരുത്തലൊക്കെ നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ നേരത്തെ ചില പരിശോധനകളൊക്കെ ACC നേതൃത്വത്തിൽ നടന്നിരുന്നു സംസ്ഥാനത്ത്. ആ പരിശോധനകളുടെ അടിസ്ഥാനത്തിൽ KPCC ഭാരവാഹികളെ പോലും, ചിലരെ അത്ര സജീവമല്ലാത്ത ചില ഭാരവാഹികളെ പോലും മാറ്റാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനം KPCC അധ്യക്ഷൻ മാറുമോ എന്നുള്ളതാണ്. ഈ കാര്യത്തിൽ ചർച്ചകൾ ഏതാനും ദിവസങ്ങൾക്കകം തന്നെ ചർച്ചകൾ തുടങ്ങും. അതിൽ കെ സുധാകരനെ നിലപാടറിഞ്ഞതിന് ശേഷമാകും മറ്റ് നടപടികളിൽ, പുനഃസംഘടന നടപടികളിലേക്ക് ഹൈക്കമാൻഡ് കടക്കുക. KPCC അടിമുടി പുനഃസംഘടനയ്ക്ക് ഒരുങ്ങുകയാണ്. ഇതാണ് ഹൈക്കമാൻഡിന്റെ നീക്കം. സംസ്ഥാനത്തെ പ്രധാന നേതാക്കളുമായുള്ള ചർച്ച നടത്തും. KPCC അധ്യക്ഷൻ കെ സുധാകരനെ മാറ്റുമോ എന്നതാണ്. അക്കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. വിവരങ്ങളാണ് റോഷിപാൽ നൽകിയത്.